അഥാഭിബ്രൂഹിനോ ബ്രഹ്മൻ ജന്മയിതക്ഷോഭനം ഗുരു സതുവിസ്മിത ഉത്ഥായ തൂഷ്ണിമന്യതകാൽ ഗൃഹം തത്രാപ്യജഷ്ടഗോവിന്ദം ലാളയന്തം സുതാൻ ശിശൂൻ തതോന്യസ്മിൻ ഗൃഹേ പശ്ചിമജ്ജനായ കൃതോദ്യമം ജുഹന്തം ച വിധാനാഗ്നി യജന്തമഞ്ജഭിർമഖൈ ഭോജയന്തം ദ്വിജാൻ ക്വാപി ഭുഞ്ചാനമവശേഷിതം ക്വാപി സന്ധ്യാമുപാസീനം ജപന്തം ബ്രഹ്മവാഗ്യതം ഏകത്ര ചാസ്തി ചർമ്മഭ്യാം ചരന്തമസ്തി വർത്മസു അശ്വൈർഗജൈരഥൈ ക്വാപി വിചരന്തം ഗതാഗ്രജം ക്വചിച്ഛയാനം പരിരംഗ സ്തൂയമാനം ച വന്ദിഭി മന്ത്രയന്തം ച കസ്മിംശ്ച മന്ത്രിഭിശ്ചോദ്ധവാദിഭി ജലക്രീഡാരതം ക്വാപി വാരമുഖ്യാബലാവൃതം കുത്രജിൽ ദ്വിജമുഖേഭ്യോ ദദതംഗാഃ സ്വലംകൃതാഃ ഇതിഹാസപുരാണാനി ശൃണ്വന്തം മംഗളാനി ച ഹസന്തം ഹാസ്യകഥയാ കഥാചിത് പ്രിയാഗൃഹേ ക്വാപി ആദം സേവമാനമർത്ഥകാമൗ ച കുത്രജിൽ ധ്യായന്തമേകമാസീനം പുരുഷം പ്രകൃതേഃ പരം ശുശ്രൂഷന്തം ഗുരൂൻ ക്വാപി കാമൈർഭോഗൈഃ സപര്യയാ കുർവന്തം വിഗ്രഹം കൈശ്ച സന്ധിം ചാന്യത്ര കേശവം കുത്രാപി സഹരാമേണ ചിന്തയന്തം സദാം ശിവം പുത്രാണാം ദുഹിതॄണാം ച കാലേ വിദ്യുപയാപനം ദാരൈർവരൈസ്ഥൽ സദൃശൈഃ കൽപ്പയന്തം വിഭൂതിഭിः പ്രസ്ഥാപനോപാനയനൈരപത്യാനം മഹോത്സവാൻ വീക്ഷയോഗേശ്വരേശസ്യേഷാം ലോകാവിസിസ്മിരേ യജന്തം സകലാൻ ദേവാൻ ക്വാപി ക്രതുഭിരുർജിതൈഃ പൂർത്തയന്തം ക്വചിൽ ധർമ്മം കൂപാരാം മഠാദിഭിः ചരന്തം മൃഗയാം ക്വാപി ഹയമാരുഹ്യ സൈന്ധവം ഘനന്തം തതപശൂന്മേധ്യാൻ പരീതയതുപുങ്കവൈഃ അവ്യക്തലിംഗം പ്രകൃതിഷ്വന്തപുരഗൃഹാദിഷു ക്വചിച്ചരന്തം ദ്വയോഗേശം തത്തൽഭാവബുഭുത്സയാ അധോവാച ഹൃഷീകേശ നാരദഃ പ്രഹസന്നിവ യോഗമായോദയം വീക്ഷ്യമാനുഷിമീഷോ ഗതിം വിദാമയോഗമായാസ്തെ ദുർദർശാഭിമായിനാം യോഗേശ്വരാൽപനിർഭാത ഭവൽപാദ നിഷേവയാ അനുജാനീഹി മാം ദേവലോകാംസ്തേശസാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവനപാവനീം ശ്രീഭഗവാനുവാച ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കൃത്താത തനുമോദിത തച്ഛിക്ഷയം ലോകമിമമാസ്ഥിത പുത്രമാഹിത ശ്രീസുക ഉവാച ഇത്യാചരന്തം സദ്ധർമാൻ പാവനം ഗൃഹമേധിനാം തമേവ സർവഗേഹേഷു സന്തമേകം ദദരിശഃ കൃഷ്ണസ്യാനന്ദവീരസ്യ യോഗമായ മഹോദയം മുഹുർദൃഷ്ട്വാ ഋഷിരഭുൽ വിസ്മിതോ ജാത കൗതുക ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാൽപന സമ്യക് സഭാജിതപ്രീതഃ തമേവാനുസ്മരൻ യയൗ ഏവം മനുഷ്യപദവിമനുവർത്തമാനോ നാരായണോഖിലഭവായ ഗൃഹീത ശക്തി രേമേംഗഷോഡശ സഹസ്രവരാംഗനാനാം സൗരീഡ സൗഹൃദ നിരീക്ഷണ സജുഷ്ട യാനീഹ വിശ്വവിലയോത്ഭവവൃത്തിഹേതു കർമാണി അനന്യവിഷയാനി ഹരിശ്ചകാര യസ്ത്വംഗായതി ശൃണോതി അനുമോദദേവാ ഭക്തിർഭവേൽ ഭഗവതി ഹപവർഗമാർഗേ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഏകോനസപ്തതിതമോധ്യായ രാജസൂയയാഗത്തിൻ്റെ ആ കഥ പറയാനായിട്ട് ആരംഭിക്കുന്നത് ശ്രീസുക ഉവാച അധോഷസ്യുപവൃത്തായാം കുക്കുടാൻ കൂജദോശവൻ ഗൃഹീതകണ്ഠ്യപതിഭിः മാധവ്യോരഹാതുരാः വയാംസി അരൂരുവൻ കൃഷ്ണബോധയന്തി വന്ദിന ഗായൽ സ്വലിഷു അനിദ്രാണി മന്ദാരവനവായുഭി മുഹൂർത്തം തന്തു വൈദർഭ്യനാമൃഷ്യത് അതിശോഭനം പര്യംഭണ വിശ്ലേഷൽ പ്രിയബാഹ്വന്തരം ഗതാ ബ്രാഹ്മ്യ മുഹൂർത്ത ഉത്ഥായ വാരുവസ്പൃശ്യമാധവ ദധ്യൗ പ്രസന്നകരണാത്മാനം തമസപ്പരം ഏകം സ്വയം ജ്യോതിരനന്യം അവ്യയം സ്വസംസ്ഥയാ നിത്യനിരസ്തകൽമഷം ബ്രഹ്മാഖ്യമസ്യോത്ഭവനാശഹേതുഭി സ്വശക്തിഭിർലക്ഷിത ഭാവനിർവൃതി അഥാപ്ലുതോംഭസ്യമലേധാവിധി ക്രിയാകലാപമരിധായ വാസസി ചകാരസന്ധ്യോപഗമാതി സത്തമുഹുദാനലോ ബ്രഹ്മജാപവാഗ്യത ഉപസ്ഥായാർക്കമുദ്യന്തം നർപ്പയിത്വ ആത്മനകലാഹ ദേവാനൃഷീൻ പിതരൻ വിരുദ്ധാൻ വിപ്രാനഭ്യർച്യ ചാത്മവാൻ ധേനൂനാം രുക്മശൃംഗീണം സാധ്വീനാം മൗക്തികസ്രജാം പയസ്വിനീനാം ഗൃഷ്ടീനാം സ്വത്സാനാം സുവാസസാം. പിന്നീട് പറഞ്ഞു, ആരും ഭഗവാനിലെത്തണമെങ്കിൽ, വൈകുണ്ഠത്തിലേക്ക് പോകണമെങ്കിൽ ചെയ്യേണ്ടതെന്താ? നമ്മുടെ മനസ്സിനെ ശുദ്ധാക്കല. എല്ലാ സാധനാനുഷ്ഠാനങ്ങൾക്കും ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എന്താണ്? മനഃശുദ്ധി. അതുകൊണ്ട് എങ്ങനെ മനഃശുദ്ധി ഉണ്ടാവും? ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സകല പ്രവൃത്തികളും ആ ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാന് വേണ്ടി ചെയ്യാം. അപ്പോൾ വാസനകളുടെ ക്ഷയവും മനഃശുദ്ധി ഉണ്ടാവും. അങ്ങനെ മനസ്സ് ശുദ്ധമാവുമ്പോൾ നമുക്ക് സജ്ജനങ്ങളെ കാണാൻ പറ്റും. നമ്മൾ സജ്ജനങ്ങളുടെ അടുത്ത് എത്തിപ്പെടും. നമുക്ക് നല്ല മാർഗദർശനം കിട്ടും. നല്ല നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റിയ ഗുരുനാഥന്മാർ വരും. മനസ്സിലായോ? ആ ഗുരുനാഥന്മാർ നമുക്ക്
ആ ഭഗവാന്റെ സ്വരൂപം പറഞ്ഞു തരും. അവരുടെ ഉപദേശം കേട്ട് നാം പ്രയത്നിക്കുമ്പോൾ നമുക്ക് ആ അനുഭവം സാക്ഷാത്കാരം ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു സമ്പ്രദായം നത്തം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ ആളുകളും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യണം, ജീവിക്കണം എന്നർത്ഥം. ഈശ്വരഭക്തിയാണ് എളുപ്പത്തിൽ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള എളുപ്പമാർഗം. ആ ഭക്തി ഉണ്ടാകണമെങ്കിൽ സത്സംഗമാണ് അതിന് ഏറ്റവും എളുപ്പമായ മാർഗം. സത്സംഗം കൂടാതെ ഭക്തിയോ, ഭക്തി കൂടാതെ ശുദ്ധിയോ, ഭക്തിയും ശുദ്ധിയും കൂടാതെ മുക്തിയോ സാധ്യമല്ല. ഭക്തി എങ്ങനെ ഉണ്ടാവുക? ഭഗവത് കഥാശ്രവണമാണ് ഭക്തി ഉണ്ടാവാനുള്ള പ്രഥമമായ മാർഗം, മുഖ്യമായ മാർഗം. നമുക്കൊരാളോട് സ്നേഹം തോന്നണമെങ്കിൽ ആ ആളെക്കുറിച്ച് അറിയണ്ടേ? ആ ആളെക്കുറിച്ച് അറിയില്ലാത്ത ഒരാളോട് സ്നേഹം ഉണ്ടാവാൻ പറ്റുമോ? ഇല്ലല്ലോ. ആരാണ് ഈശ്വരൻ? എന്താണ് ഈശ്വരൻ? ഈശ്വരൻ നമുക്കെന്താ ചെയ്യേ? ആ ഈശ്വരനെക്കുറിച്ചിട്ട്, ഈശ്വരൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച്, ഈശ്വരൻ്റെ ഭക്തവാത്സല്യത്തെക്കുറിച്ച് എത്രയോ ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടി അവതാരമെടുത്ത് വന്നിട്ടുണ്ട്. എത്രയോ ഭക്തന്മാരുടെ കഷ്ടങ്ങളെ ഭഗവാൻ തീർത്തിട്ടുണ്ട്. എത്രയോ ഭക്തന്മാർക്ക് ഇതെല്ലാം ഭഗവാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴാണ് അങ്ങനെയുള്ള സർവശക്തനായ ഭഗവാനെ നമ്മളും ആശ്രയിക്കേണ്ടതാണ്. നമ്മുടെയും എല്ലാ ദുഃഖം ഭഗവാനെ തീർത്തു തരാൻ പറ്റുള്ളൂ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോഴാണ് ഭഗവാൻ നമുക്ക് ശ്രദ്ധ വരുന്നത്, അല്ലേ? ആ ഭഗവാനാണ് നമ്മുടെ ആത്മാ, ഭഗവാനാണ് നമ്മുടെ അച്ഛനിലും അമ്മയിലും ബന്ധുവിലും സുഹൃത്തിലും എല്ലാവരിലും അവർക്കൊക്കെ ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിലെ ഏറ്റവും കടപ്പാട് ഭഗവാനോടാ. അതൊക്കെ അറിയണേ. അങ്ങനെയുള്ള ഭഗവാനെ ഭജിക്കാണ്ടിരിക്കാൻ വയ്യ, സ്മരിക്കാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ കഥാശ്രവണത്തിലൂടെ ഭഗവാനിൽ മഹിമ അറിഞ്ഞ് ഭഗവാനെ ആശ്രയിക്കാൻ തോന്നും. അപ്പോൾ ഭഗവാന്റെ നാമജപം, ഭഗവാനെ പൂജിക്കൽ, ആ ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കൽ, എല്ലാ അനുഭവങ്ങളെയും ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കൽ, ഭക്തന്മാരിലും മഹാജനങ്ങളിലും ഈശ്വരബുദ്ധിയോടുകൂടി അവരെ ബഹുമാനിച്ച് ആദരിച്ച് സേവ ചെയ്യൽ, അങ്ങനെയൊക്കെയുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യും. അങ്ങനെ മനസ്സ് വളരെ പരിപക്വമാകുമ്പോൾ ആ മനസ്സ് ആ ഗുരുനാഥൻ്റെ ഉപദേശം കൊണ്ട് മനസ്സ് അന്തർമുഖമായി ആ മനസാക്ഷിയായ ഭഗവാനാണ് നിൻ്റെ ആത്മാവായ ഭഗവാൻ, അതാണ് നിൻ്റെ വാസ്തവസ്വരൂപം, തത്വമസി ഉപദേശിക്കും ഗുരുനാഥൻ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണ്, ആ കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുളാണടോ താൻ. യു ആർ ദാറ്റ് യു ആർ, അതാണ് നീ അതാകുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്പാർക്ക് പോലെ എല്ലാം ഉണങ്ങിയിരിക്കണ വെടിമരുന്ന തീ അടുത്തു കൂടെ പോകുമ്പോഴേക്കും പിടിക്കണ പോലെ, പെട്രോളൊക്കെ ആകുമ്പോൾ വേഗം പിടിക്കും തീ അല്ലേ? ഇതുപോലെ മനസ്സ് ഇത്രയും പരിപക്വമായ ആൾക്ക് ഗുരുവിൻ്റെ ഒരു ഉപദേശം മതി, അയാൾക്ക് അത് ബോധ്യവും അനുഭവമാവും. മനസ്സിലായോ? ഇതാണ് ഉദ്ധവൻ്റെ ഒരു സംശയം. ഇപ്പം ഇന്നലെ വരെ അജ്ഞാനിയായിരുന്ന ആൾ തന്നെയല്ലേ ഈ സാധനാനുഷ്ഠാനങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കി ഈ ഗുരു ഉപദേശം കൊണ്ട് മുക്തനാവണത്? അതെ. അപ്പോൾ ഒരാൾ രണ്ടവസ്ഥയാണിത്, ബദ്ധൻ മുക്തൻ എന്നുള്ളത് ഒരാൾ തന്നെയാണ്. മനസ്സിലായോ? അജ്ഞാനം കൊണ്ട് താൻ ബദ്ധനാണെന്ന് വിചാരിച്ചു, ജ്ഞാനം വന്നപ്പോഴോ മുക്തനായി എന്നും വിചാരിച്ചു. എങ്ങനെയാ വെച്ചാൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞു, അയ്യോ എന്നെ ആന പിടിച്ചു, ആന കുത്തി എന്ന് പറഞ്ഞ് കരയുക. സ്വപ്നത്തിലാണ് ആന കുത്തിയതേ. കാട്ടിപ്പോയിണ്ടാവും, കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയിണ്ടാവും, അപ്പോൾ ആന ഓടിച്ചിട്ട് ചവിട്ടി കുത്തി. അതിൽ നിന്ന് മോചനപ്പെടാം, ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാലില്ലുള്ളൂ. അതെ, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ പിന്നെ സ്വപ്നത്തിൽ ആനയോ ആനയുടെ ചവിട്ടോ കുത്തോ അതിൻ്റെ വേദനയോ കഷ്ടം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ സ്വപ്നം കണ്ട് ദുഃഖിച്ച ആൾ തന്നെയാണ് സ്വപ്നം ഉണർന്നപ്പോൾ അതിൽ നിന്ന് മുക്തനായി തീർന്നത്. രണ്ടും ഒരാൾ തന്നെയാണ് അല്ലേ? സ്വപ്നം കണ്ട് ഞാൻ കരയണു ദുഃഖിക്കൊണ്ടിരിക്കുമ്പോഴും ആ സ്വപ്നത്തിൽ ആ ആന ചവിട്ടി മെതിച്ചത് അയാളെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്തൊരു ഞാൻ. സ്വപ്നത്തിൽ നമ്മളിങ്ങനെ പോകുന്നു കാട്ടിലൂടെ, അപ്പോഴാണ് ആന വന്നത്. ആനയെ കണ്ടോണം തിരിഞ്ഞോടി, വേരിൽ തട്ടി മരത്തിൻ്റെ വേരിൽ തട്ടി മറിഞ്ഞു വീണു. ആന വന്നു ചവിട്ടി കുത്തി. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ ആരാ കാണുന്നത്? ആ സ്വപ്നത്തിൽ കാണുന്നില്ലേ? അറിയുന്നില്ലേ? അപ്പോൾ ആന ചവിട്ടി കുത്തി കിടക്കുന്ന ഒരാൾ ഞാൻ.
ഇതിനെ കണ്ടുകൊണ്ടിരിക്കണം തന്നെ. ആ കുത്തുന്ന ആനയും കണ്ട്, ആന ചവിട്ടി നിൽക്കണ കുത്തിക്കൊണ്ടിരിക്കണ എന്നെയും കണ്ട് അല്ലേ? ഇതിനെ രണ്ടും കണ്ടുകൊണ്ട് അപ്പുറത്ത് ഞാൻ. ആ കണ്ടുകൊണ്ടിരിക്കണ ഞാനാണ് യഥാർത്ഥ ഞാൻ. കൊണ്ടുകൊണ്ടിരിക്കണ ഞാനോ യഥാർത്ഥ ഞാനല്ല. അത് അജ്ഞാനം കൊണ്ട് തോന്നിയ അഹങ്കാരമാണ്. മനസ്സിലായോ? മറ്റേത് സാക്ഷിയൊക്കെ ഇതിന് കാഴ്ചക്കാരനാണ്. ആ കാഴ്ചക്കാരൻ ഉണർന്നിരിക്കുമ്പോഴും കാഴ്ചക്കാരൻ തന്നെയാണ്. അയ്യോ എനിക്ക് വയ്യല്ലോ എന്ന് പറയുമ്പോൾ വയ്യാന്ന് വിചാരിക്കണവർ ഞാൻ ഈ മനസ്സിനോടും ദേഹത്തിനോടും ചേർന്നിരിക്കുന്ന ഞാനാണ്. എനിക്ക് വയ്യല്ലോ എന്ന് അറിയുന്നത് ആരാ? അറിഞ്ഞ ഞാൻ ഇപ്പോഴും ഇതിന്ന് മോചിതനാണ്, ഫ്രീയാണ്, സാക്ഷിയാണ്. അതിനൊരിക്കലും ബന്ധനം എന്താണെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? അതിനൊരിക്കലും ബന്ധം എന്താണെന്ന് അറിയില്ല. ഇവന് അതിന് മോക്ഷമുണ്ടോ? ഇല്ല. അപ്പോൾ ബന്ധവും മോക്ഷവും ഈ മനസ്സ് ഉണ്ടാക്കണതാണെന്ന് പറഞ്ഞു ഭഗവാൻ. ഭഗവാന്റെ തന്നെ അജ്ഞാനം കൊണ്ടാണ്, മായയെന്നാണ് ഈ മനസ്സുണ്ടായത്. ഭഗവാന്റെ ആ മായയ്ക്ക് 2 രൂപമുണ്ട് അത്രേ. ബദ്ധോ മുക്തൈ ദിവ്യാഖ്യ ഗുണദോമേന വസ്തുതഃ ഗുണസ്യ മായാമൂലത്വാൽ നമേ മോക്ഷോ ന ബന്ധനം. ഭഗവാൻ തന്നെയാണ് ഓരോ ശരീരങ്ങളിലും ഇരിക്കുന്ന ക്ഷേത്രജ്ഞൻ അഥവാ ഈ ജീവൻ എന്നുള്ളത് കൊണ്ട് വാസ്തവത്തിൽ ആ ഭഗവത് സ്വരൂപനായ ആ ജീവന് ബന്ധവും മോക്ഷവും വാസ്തവത്തിലില്ല. പക്ഷെ ഇപ്പുണ്ട്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വപ്നത്തിന് ഉണരാത്തോടത്തോളം കാലം അവിടുത്തെ ദുഃഖം ഉണ്ടല്ലോ. ഇതുമാതിരി ഈ സത്യത്തിലേക്ക് ഉണരാത്തോടത്തോളം കാലം ബന്ധം മോക്ഷം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മോക്ഷത്തിനുള്ള ശ്രമം ചെയ്തോളണം. ദേഹാഭിമാനമുള്ളിടത്തോളം കാലം അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പറയണു ഭഗവാന്റെ മായ കൊണ്ടാണ് ഇതൊക്കെ തോന്നുന്നത്. മായയ്ക്ക് 2 രൂപമുണ്ട്. ഒന്ന് വിദ്യയെന്നും അവിദ്യയെന്നും. വിദ്യേ മമതനു വിദ്യുദ്ധവ ശരീരിണം. എല്ലാവരിലും ദേഹാദികളിലും ആശയങ്ങളിലും ആസക്തരാക്കി നമ്മളെ ഭ്രമിപ്പിച്ച് കുടുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഈശ്വരൻ്റെ തന്നെ ദിവ്യമായ ശക്തിയാണ്, ശക്തിവിശേഷമാണ് അവിദ്യാമായ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും അതാണ് അവിദ്യ. ദേഹമല്ല ഓർക്കിൽ, പാർക്കിൽ, നിരൂപിക്കിൽ എന്നൊക്കെയാണ് എഴുത്തച്ഛൻ പറയുക. വിചാരം ചെയ്ത് നോക്കുകയാണെങ്കിൽ ദേഹമല്ല ഓർക്കിൽ, ഞാനായത്. ഈ ഞാനാരാ? ആന ചവിട്ടിയിട്ട് കരയണ ഞാനല്ല ഞാൻ. പിന്നെയോ ആനയെയും ചവിട്ടുകൊണ്ട് എന്നെയും കണ്ടുകൊണ്ടിരിക്കണ ഞാനാണ് ഞാൻ. മനസ്സിലായോ? അപ്പം ഞാനായത് അതല്ല, ഞാനായത് ഇതാണെന്നറിയണം. മനസ്സിലായോ? ദേഹമല്ല ഓർക്കിൽ. ഓർത്ത് നോക്കുമ്പോൾ ഈ ദേഹമല്ല ഞാൻ, അത് ദൃശ്യമാണ്. അത് ജാഗ്രത ശരീരം സ്വപ്നത്തിലില്ല, സ്വപ്നത്തെ ശരീരം ജാഗ്രതയിലുമില്ല. അവിടെ 2 ഇടത്തുള്ളത് ഉറക്കത്തിലുമില്ല. പക്ഷേ ആ കണ്ടുകൊണ്ടിരുന്ന ഞാനോ 3 അവസ്ഥയിലുണ്ട് സാക്ഷിയായിട്ട്. അരുളായി, പൊരുളായി, അറിവായി, ബോധസ്വരൂപമായി. ദേഹമല്ല ഓർക്കിൽ, ഞാനായത് ആത്മാവെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിൽ, ബോധിച്ചുവെങ്കിൽ, ആ സാക്ഷിയായ പൊരുളാണ് താനെന്ന് ബോധിച്ചുവെങ്കിൽ, ഞാനായത് ആത്മാവെന്ന് മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യ കേൾ. ഈ തെറ്റിദ്ധാരണയെ മുഴുവനും ഇല്ലാതാക്കി തീർക്കുന്ന വിദ്യയാകുന്നു. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും. അതുകൊണ്ട് ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനം, അജ്ഞാനത്തിന് മോചനം, സംസാരത്തിന് മോചനം വേണമെന്നുള്ള ആൾക്കാരെന്ത് ചെയ്യണം? ഏകാഗ്ര മനസ്സോടുകൂടി വിദ്യാഭ്യാസം ചെയ്യണം. ഇതാണ് വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടുള്ള രാമായണകാരൻ്റെ കോൺസെപ്റ്റ്. രാമായണകാരൻ എഴുത്തച്ഛൻ പറയണേ ഇതാണ് വിദ്യാഭ്യാസം. മനസ്സിലായോ? ഈ സത്യത്തെ കാണിച്ചു തരുന്ന, സത്യബോധം ഉണ്ടാക്കി തരുന്ന, നമ്മൾ ഓരോരുത്തരിലുമുള്ള ആ ദിവ്യത്വത്തെ കാണിച്ചു തരുന്ന, അതിലേക്ക് നമ്മളെ ഉണർത്തുന്ന, അത് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം. മനസ്സിലായോ? മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ എന്നൊക്കെ വിവേകാനന്ദ സ്വാമികൾ പറയും. ഓരോ മനുഷ്യനിലും നിഗൂഢമായിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന ആ ദിവ്യത്വത്തിൻ്റെ ആവിഷ്കാരം, അതാണ് വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ടതെന്ന്. പക്ഷേ അങ്ങനത്തെ വിദ്യാഭ്യാസം ഇല്ലാണ്ടായിപ്പോയി നാട്ടിൽ, അല്ലേ? ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ എഴുത്തച്ഛൻ പറഞ്ഞതാണ് വല്ല നടക്കണേ. അപ്പോൾ ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞു ഇതാണ് കാര്യം. അപ്പോൾ എത്രത്തോളം കാലം നമുക്ക് എന്തായി അവിദ്യ? ഈ ദേഹം, ഇന്ദ്രിയങ്ങൾ മുതലായ ഈ സംഘാതത്തിൽ ഇതിലൊക്കെ ഞാൻ എന്നുള്ള വിചാരമുണ്ടോ അത്രത്തോളം കാലം നമ്മൾ അവിദ്യയിലാകുന്നു, നമ്മൾ സ്വപ്നത്തിലാകുന്നു. മനസ്സിലായോ? സ്വപ്നത്തിലെന്ന പോലെ എപ്പോൾ ഈ ദേഹാദികളിൽ നിന്ന് വിലക്ഷണമായ വേറിട്ട ഇതിനൊക്കെ അറിയുന്ന, ഇതിനെ പ്രകാശിപ്പിക്കുന്ന
ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യമാണ്, ബോധസ്വരൂപനാണ്, ആത്മസ്വരൂപമാണ് നാം എന്ന് ബോധിക്കോ, ഉണരുന്നോ അതിലേക്ക്, അപ്പോൾ നമ്മളൊക്കെ മുക്തരുമായി. അപ്പോൾ ഒരാൾ തന്നെയാണ് അജ്ഞാനം കൊണ്ട് ബദ്ധനാണെന്ന പോലെ ഇരിക്കുന്നത്. ജ്ഞാനം വരുമ്പോൾ അജ്ഞാനം നീങ്ങി ഇരുട്ട് പോകാൻ വെളിച്ചം വരുന്നത് അല്ലേ? ഇതുമാതിരി അജ്ഞാനം നീങ്ങാൻ വിജ്ഞാനം വരും ഗുരുനാഥൻ്റെ ഉപദേശം കൊണ്ട്. അത് വരുമ്പോഴോ ഞാൻ മുക്തനായി എന്ന് വിചാരിക്കുന്നത് ഒരാൾ തന്നെയാണ്. അവിടെ രണ്ടവസ്ഥ. അതൊരു വിദ്യാവിദ്യകളാണ് കാരണം എന്ന് ഭഗവാൻ പറയാം. അപ്പോൾ ബദ്ധൻ്റെയും മുക്തൻ്റെയും ലക്ഷണം ഒന്ന് പറഞ്ഞു തരൂ ഒരു ഭഗവാനെ എന്ന് പറഞ്ഞു. ഈ ഉദാഹരണമാണ് ഭഗവാൻ പറഞ്ഞത്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണവനെ ബദ്ധനോട് ഉപമിക്കാം, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനെ മുക്തനോടും ഉപമിക്കാം. ദേഹസ്ഥോപിന ദേഹസ്ഥ വിദ്വാൻ യഥാ സ്വപ്നോദ്ധിത. മുക്തനായാളും നമ്മളേമാതിരി ഒരാളായി സമൂഹത്തിൽ ഒരു ആധാർ കാർഡ് ഉണ്ടാവും അല്ലേ? ഒരു വോട്ടറാണ് അയാൾക്ക് ഉണ്ടാവുക. അതൊക്കെ ഉണ്ടാവും, വോട്ടർ പട്ടികയിലൊക്കെ അയാളുടെ പേരുണ്ടാവും അല്ലേ? ഈ സമാജത്തിൽ ഒരാളായിട്ടേ ഇരിക്കില്ലേ? നമ്മളെമായിരിക്കും. പക്ഷേ അദ്ദേഹം കൊണ്ട് ഈ ലോകത്തിൽ ലോകസേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവർക്കറിയാം ഞാൻ ഈ ദേഹത്തിലല്ല, ദേഹത്തോട് ഒട്ടലില്ല. മനസ്സിലായോ? ദേഹമില്ലാണ്ട് വരില്ല, ദേഹം ഉണ്ടായിക്കോട്ടെ, ദേഹത്തിലിരുന്നോളൂ, ദേഹത്തോട് ഒട്ടാണ്ടിരുന്നാൽ മതി. അമ്മ പറയാറില്ലേ, വള്ളം വെള്ളത്തിൽ കിടക്കട്ടെ, വെള്ളം വള്ളത്തിൽ കയറാണ്ടിരുന്നാൽ മതി. വെള്ളത്തിൽ വെള്ളം കയറി കഴിഞ്ഞാൽ മുങ്ങി പോലെ. ഇതുമാതിരി നമ്മൾ ഈ ലോകത്തിലിരുന്നോളൂ, ലോകം നിങ്ങളുടെ ഉള്ളിൽ കയറിയാലോ കുഴപ്പം. ശരിയല്ലേ? മനസ്സാണ് ഈ ലോകത്തെ അകത്ത് കയറ്റി വയ്ക്കണതേ. അപ്പം മനസ്സിലാണ് ഈ തിരിച്ചറിവ്. ദേഹത്തിലിരുന്നിട്ടും ഈ സത്യം അറിയുന്ന ആൾ ദേഹമല്ല, അയാൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാ എന്നിട്ട് ആ സ്വപ്നത്തെ ഒന്ന് ഓർത്താൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ്. എന്നാലോ അജ്ഞാനിയും ദേഹമല്ല, പക്ഷേ എന്താ കാര്യം? അയാൾ അദേഹസ്ഥോപി ദേഹസ്ഥ അവിദ്വാൻ. ഉടൻ അജ്ഞാനിയായ ആൾ സ്വപ്നം കണ്ട് കരണമാതിരി ഈ ദേഹത്തിലും ദേഹാദികളിലും സംബന്ധികളിലും അഭിമാനം വെച്ചുകൊണ്ട് സങ്കടവും ദുഃഖവും ദുരിതവും ജനന മരണങ്ങളൊക്കെ അനുഭവിക്കാൻ ഇടവരുള്ളൂ. ഇതാണ് ആത്യന്തിക സത്യം ഉദ്ധവരെ ഭഗവാൻ പറയാൻ പോണു. ഞാൻ ഈ പറഞ്ഞ ഉദ്ധവ ഉപദേശം ഉണ്ടല്ലോ, ഇത് സമസ്ത വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും കടഞ്ഞെടുത്ത സാരമാണ്. തൈര് കടഞ്ഞിട്ട് ആ വെണ്ണയും എടുക്കൂലേ, അതല്ലേ അതിൻ്റെ സത്ത. ഇതുപോലെ എല്ലാ വേദങ്ങളുടെയും എല്ലാ ആത്മീയോപദേശങ്ങളുടെയും എസൻസ് സാരമാകുന്നു ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത്. ഇത് പഠിച്ചാൽ പിന്നെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് കേട്ടാൽ പിന്നെ ഒന്നും കേൾക്കാണ്ടില്ല, ഇത് സത്യം അറിഞ്ഞാൽ പിന്നെ ഇവിടെ അറിയാനില്ല ഒന്നും. അവൻ കൃതാർത്ഥനാവും. അപ്പോൾ ഉണർന്ന ആളെയും ഉണരാത്ത ആളെയും. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞു. ഒരു മരത്തിൽ 2 പക്ഷികളിരിക്കണം. ഉപനിഷത്ത് മുണ്ടകോപനിഷത്തിന് അതേപടി ഭഗവാനോട് പറയാം. ഒരു മരത്തിൽ 2 പക്ഷികളിരിക്കണം. ഒരു പക്ഷി ഏറ്റവും മുകളത്തെ കൊമ്പത്തിലായിരിക്കണേ, ഒരു പക്ഷി താഴത്തെ കൊമ്പത്താണ്. ഈ താഴത്തെ കൊമ്പത്തെ പക്ഷി ചുമ്മാ ഇരിക്കണേ ഇല്ല, അതിങ്ങനെ കൊമ്പ് തോറും പറന്ന് കിടക്കുക. എന്നിട്ട് കാണുന്ന പഴമൊക്കെ പോയി തിന്നുക. എന്നിട്ട് അത് എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ കാരണം? മധുരം ഉണ്ടാവും ആ പഴത്തിന് വെച്ചിട്ടാണ് പോയി തിന്നണത്. അതിന് പലപ്പോഴും പുളിർപ്പ്, ചവർപ്പ്, കയ്പ്പ് ഒക്കെയാണ്. അങ്ങനെ കുത്തി നടക്കണതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു മധുരമുള്ള പഴം കിട്ടും, കുറച്ച് മധുരമുള്ള പഴം. ആ പഴം തിന്നണ പക്ഷി ക്ഷീണിച്ച് ദുഃഖിതനായിരിക്കാം. കൊമ്പത്തിരിക്കണ പക്ഷിയോ ഒരു പഴവും തിന്നണില്ല. ആ പക്ഷി അനന്തായി നല്ല സുഖമായിരിക്കണം. താഴത്തെ പക്ഷി ഇങ്ങനെ പഴങ്ങൾ തിന്ന് അവശനാവുമ്പോൾ ദുഃഖം സഹിക്കുക വയ്യാണ്ടാവുമ്പോൾ ആ മോളത്തെ പക്ഷി ഒന്ന് നോക്കൂ അത്രേ. അപ്പോൾ ആ മോളത്തെ പക്ഷി ഈ പക്ഷി നോക്കിയിട്ട് ഒന്ന് ചിരിക്കും അത്രേ. എന്തിനാ നീ ഈ പഴം തിന്നാൻ പോയേ? എന്നെ കണ്ടു പഠിച്ചുകൂടെ നിനക്ക്? ഞാൻ ദാ അങ്ങനെ സാക്ഷിയായിട്ട് നീ ചെയ്യണതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒന്നിലും ഇൻവോൾവ് ചെയ്യാണ്ട് സാക്ഷിയായിട്ടിരിക്കണേ. എനിക്കിതൊന്നും എന്നെ ഒന്നും ബാധിക്കണില്ലല്ലോ. നീക്ക് തിന്നാൻ പോയിട്ടല്ലേ കുഴപ്പമായത്? നിനക്ക് എന്നെ മാതിരി അതും തിന്നാണ്ട് ഈ മുകളിലേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നൂടെ? പക്ഷേ അപ്പളേക്ക് എന്തായി? ഇതിനെ ഇരിക്കാൻ പുറത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ആ മുമ്പ് തിന്നതിൻ്റെ ഓർമ്മ വരിക, പിന്നെയും പറന്നു പോയി വീണ്ടും പഴം തിന്നുക, പിന്നെയും ദുഃഖിയാവുക, പിന്നെയും കറിയാം. എന്തൊരു നല്ല ഉദാഹരണമല്ലേ? ഇനി ആരായി 2 പക്ഷി എന്നറിയണ്ടേ? ഏതാ ഈ മരം എന്നറിയണ്ടേ? ഈ മനുഷ്യ ശരീരമാണത്ര ഈ മരം, വൃക്ഷം. മുകളത്തെ കൊമ്പത്തിരിക്കണ പക്ഷി ആരാ? താഴത്തെ കൊമ്പത്തിരിക്കണ പക്ഷി ആരാ? താഴത്തെ കൊമ്പത്തെ നമുക്ക് വേഗം മനസ്സിലാവും.
അത് നമ്മുടെ കഥയാണ്. താഴത്തെ കൊമ്പത്തിരിക്കുന്ന പക്ഷി ഞാനും നിങ്ങളും നമ്മളെന്ത് ചെയ്യണു? പഴം തിന്നുക. എന്താ ഈ പഴം? കർമ്മഫലം. ഫലം ച ഫ്രൂട്ട്സ് എന്നർത്ഥം. ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻ. ഫ്രൂട്ട് എന്ന് തന്നെയാണ് പറയാം. കർമ്മത്തിൻ്റെ ഫലം. ഫലം ച പഴം എന്ന് അർത്ഥമുണ്ടല്ലോ അല്ലേ? ഫലം ച റിസൾട്ട് എന്ന് അർത്ഥമുണ്ടല്ലോ. ഫലം വന്നോ? പരീക്ഷാഫലം വന്നോ? അല്ലേ? അതെ. അപ്പോൾ ഈ താഴത്തിരിക്കണ കൊമ്പിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണു? ഈ ദേഹത്തെ ഞാൻ, ഈ ദേഹത്തിനോട് ബന്ധപ്പെട്ടവരൊക്കെ എൻ്റെ എന്നുള്ളതായ മമത വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? നാം നേരത്തെ ചെയ്ത പുണ്യപാപകർമ്മങ്ങളുടെ ഫലം അനേകം കൊമ്പുകളിൽ പാറ് നടന്ന ആ പക്ഷി കണ്ട പഴങ്ങളൊക്കെ കൊത്തിത്തിന്ന് ദുഃഖിയാവണ മാതിരി നമ്മൾ ഈ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പുറകെ ഈ പഞ്ചേന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ പാറി നടക്കുക ഈ മനസ്സെന്ന കുഞ്ഞു പക്ഷി. എന്നിട്ടോ അവിടെ പോയി ഇവിടെ പോയി വളർന്ന അവശനായി ദുഃഖം, സന്തോഷം കിട്ടണം, സുഖം കിട്ടണം, സമാധാനം കിട്ടണം, ശാന്തി കിട്ടണം ചേട്ടാ നമ്മൾ ഓടുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നെട്ടോട്ട് ഓടണല്ലേ അല്ലേ? പണിയെടുക്കണു, കാശുണ്ടാക്കണു, വീട് വയ്ക്കണു, കല്യാണം കഴിക്കണു, കുട്ടികളുണ്ടാവണു, മക്കളെ ഉണ്ടാക്കണു, പേരമക്കളെ ഉണ്ടാക്കണു, അവർക്ക് ഫ്ലാറ്റ്, അവർക്ക് വീട്, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ മരിക്കണ വരെ ഇതന്നെ പണി. അവസാനമില്ല. എന്നിട്ടോ കയ്പും പുളിർപ്പും ചവപ്പുള്ള ഈ പഴം തിന്ന് ഈ പക്ഷി കരയണ പോലെ നമ്മൾ കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ സത്സംഗത്തിനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവാമല്ലോ, എന്തോ ഒരു പൂർവ്വ പുണ്യം കൊണ്ട് തോന്നൂല്ലോ അങ്ങനെയൊക്കെ വരാൻ. അങ്ങനെയൊക്കെ വന്നതൊക്കെ കേൾക്കും. അപ്പോഴോ എടാ നിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ട അനന്തസ്വരൂപനായ ഭഗവാൻ നിൻ്റെ ഈ വിചാരങ്ങളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും ചിന്തകളെയൊക്കെ പ്രകാശിപ്പിച്ചിട്ട് നിൻ്റെ ഉള്ളിൽ സാക്ഷിയായിരിക്കേണ്ട മനമാകുന്ന കണ്ണ് അതിനും കണ്ണായിരുന്ന പൊരുൾ. അതാ ഒന്ന് നോക്കാം അങ്ങട്. അതാണ് ഈ മോളത്തെ കൊമ്പത്തിരിക്കണ പക്ഷി. ഈ ദേഹത്ത് തന്നെയുള്ളത്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളത്, പുറത്തെങ്ങുമല്ല ദൈവം ഇരിക്കണത്. മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടത്.